നമ്മളതിനെ ഒരു ലിറ്റ്മസ് ടെസ്റ്റായി കണ്ടാൽ അവിടെ നിങ്ങൾ തോൽക്കുകയും UDF ജയിക്കുകയുമാണ് ചെയ്തത്. UDF ഒറ്റക്കെട്ടായ ഒരു മുന്നണിയായി വന്നു, ഒരു പാർട്ടിയെ പോലെ പ്രവർത്തിച്ചു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ആ സാഹചര്യം അവിടെ നിൽക്കുന്നു. ഈ കേവലം 8 മാസം ഒരാൾ MLA ആയിരിക്കുന്നു എന്നുള്ളതല്ലല്ലോ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം, മറിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു കളമൊരുക്കലാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പോൾ പൊസിഷനിലേക്ക് UDF എത്തുന്നു, ഒപ്പം നിങ്ങൾക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ ഗവർണർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിഷയങ്ങൾ തരുന്നുണ്ട്, അതിനെ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റും. മുൻകാലങ്ങളിൽ നമുക്ക് ഉദാഹരണങ്ങളുണ്ട്. എന്തായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെൻട്രൽ ക്വസ്റ്റ്യനായി വരാൻ പോവുക? ഈ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിലമ്പൂരിൽ ചർവണം ചെയ്തു, പക്ഷെ അത് അത്ര കണ്ട് ജനങ്ങൾ അംഗീകരിച്ചില്ല എന്ന് തോന്നുന്നു. ഒരു ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ മേന്മ ആർക്ക് എന്നൊരു ചോദ്യം വന്നാൽ ഒരല്പം മുമ്പിൽ നിൽക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം LDFനുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങ് ചോദിച്ചത് പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം കൂടെ ഉണ്ടല്ലോ. അതെ, അതായത് ഞാൻ പറയുന്നത് എനിക്ക് തിരികെ കേൾക്കുന്നുണ്ട്, ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു തുടങ്ങിക്കോളൂ. ഓക്കെ, അതായത് അങ്ങയുടെ ഈ ചോദ്യം എന്ത് രാഷ്ട്രീയത്തെ മുൻനിർത്തിയിട്ടായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം കേരള രാഷ്ട്രീയം അഭിസംബോധന ചെയ്യുക? അതോടൊപ്പം അതിൽ നിലമ്പൂർ നിർബന്ധമായും ഒരു സ്വാധീന ഘടകമായി മാറുമോ, അല്ലെങ്കിൽ നിലമ്പൂർ 2026 ഒരു ദിശാസൂചികയാകുമോ? എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പാനന്തരമുള്ള അന്തരീക്ഷത്തിൽ തന്നെ ആ ദിവസത്തിലൊക്കെ നമ്മൾ ഇതിനെ സംബന്ധിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ സാജാത്യ വൈജാത്യങ്ങളോടുകൂടെ തന്നെ നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞാനതിൻ്റെ സൂക്ഷ്മതയിലേക്ക് പോവുകയല്ല. പക്ഷെ അങ്ങയുടെ ചോദ്യത്തിന്റെ പ്രസക്തമായ ഒരു ഭാഗം ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു. 2016-21 കാലയളവിൽ 21 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിന് 5 വർഷക്കാലം പൂർത്തീകരിക്കപ്പെടുന്ന ഘട്ടമാണ്. ആ ഘട്ടത്തിൽ അങ്ങയുടെ ഇതേ കസേരയിൽ ഇരുന്നുകൊണ്ട് അന്ന് മാതൃഭൂമി ന്യൂസിലെ വാർത്താ അവതാരകൻ അദ്ദേഹം അങ്ങേയറ്റം പരിഹാസ്യമായ ചിരിയോടുകൂടെ കേരള മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയെ കോട്ട് ചെയ്തുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ വന്ന ഒരു പാനലിസ്റ്റോട് ചോദ്യം ചോദിക്കുന്നു. അദ്ദേഹം കോട്ട് ചെയ്ത 2 വാചകങ്ങൾ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നു, എറണാകുളത്തെ ഉദ്യോഗസ്ഥരുടെയോ മറ്റൊരു യോഗത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു, നമ്മൾ വിവാദങ്ങൾ ഈ നാട്ടിൽ നടക്കും, അതൊരു പതിവാണ്, അതിനെ നമുക്ക് മുഖവിലേക്ക് എടുക്കേണ്ടതില്ല. എന്നാൽ ജനങ്ങൾക്ക് മുമ്പാകെ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള ഈ പ്രകടന പത്രിക അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ നടപ്പിലാക്കി ആ കാര്യങ്ങളെ വിജയകരമായ വിധം സംവേദനക്ഷമതയോടുകൂടെ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ കഴിഞ്ഞാൽ തുടർ ഭരണം ഉറപ്പാണ്. ആ ഉറപ്പാണെന്ന് പറയുന്നതും അദ്ദേഹം ഒരു പൊട്ടിച്ചിരിയോടുകൂടെ പരിഹാസ്യത്തോടുകൂടെ പാനലിസ്റ്റായ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുടെ പേര് വിളിച്ചിട്ട് നിങ്ങൾ പ്രതികരിക്കൂ എന്ന് പറയുകയാണ്. പിന്നീട് നമ്മൾ കണ്ടതെന്താണെന്നുള്ളത് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് പ്രസക്തമാകുമെന്ന് ചോദിച്ചാൽ, ഇതേപോലെ 2016 തൊട്ടു മുമ്പ് 2015 കേരളത്തിൽ UDF ഭരണത്തിന്റെ കാലയളവിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. അങ്ങ് നിർബന്ധമായും ഓർക്കുന്നുണ്ടാകും. ആ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏതാണ്ട് 10,000 കണക്കിന് വരുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടെ അവിടെ നിന്ന് വിജയിക്കുകയുണ്ടായി. അരുവിക്കര ഇലക്ഷൻ റിസൾട്ട്സ് പുട്ട് CM ഉമ്മൻചാണ്ടി ബാക്ക് ഇൻ ദ ഡ്രൈവേഴ്സ് സീറ്റ്, അതായിരുന്നു ഇന്ത്യൻ എക്സസിന്റെ അന്നത്തെ തലവാചകം. അതായത് മുന്നണിക്കകത്തും പുറത്തും കേരളത്തിലെ അന്നത്തെ കോൺഗ്രസിന്റെ നേതാവായ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയെ കൂടുതൽ ശക്തനാക്കി തിരികെ പുനഃപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു എന്നതായിരുന്നു സൃഷ്ടിക്കപ്പെട്ട പൊതുബോധം. പിന്നീട് എന്ത് സംഭവിച്ചു ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിലമ്പൂരിന്റെ ആകാശത്തെ ചൂണ്ടിക്കാട്ടി കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന്റെ തുടർഭരണത്തിന്റെ തുടർച്ച ഇല്ലാതാകാൻ പോകുന്നു എന്ന് ആരെങ്കിലും വ്യാമോഹമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജനകീയ കോടതിയിൽ തന്നെ കാണാം. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ആകാശത്തെ ചൂണ്ടിക്കാട്ടി ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ഞങ്ങൾ വർദ്ധിത വീര്യത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന് പ്രസംഗിച്ച പല നേതാക്കന്മാരും ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതൃത്വരെ അന്നലങ്കരിച്ച ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ പ്രതിപക്ഷ നേതൃത്വരയിൽ പോലുമില്ല. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതൃത്വരയുമായി വന്നവരൊക്കെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഇടതുപക്ഷത്തിന്റെയും തേരോട്ടത്തെ തകർക്കുമെന്ന് പ്രതിജ്ഞാബദ്ധമായി വന്നവരാണ്. അവരാരും ഇപ്പോഴാ പദവികളിൽ പോലുമില്ല എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ 2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ ഭാഗം അവസാനിപ്പിക്കാം. ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധി അദ്ദേഹം തുടക്കത്തിൽ തന്നെ ചർച്ച ചെയ്തെങ്കിലും തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികമാണല്ലോ ഇത്. കോൺഗ്രസ് പ്രതിനിധിക്ക് എന്തർഹതയുണ്ട് അടിയന്തരാവസ്ഥയുടെ വാർഷികത്തെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കാൻ? ഇന്ന് ഇന്ത്യയിൽ സംഘപരിവാരം നടത്തിവിടുന്ന എല്ലാ അധമ പ്രവർത്തനങ്ങൾക്കും, എല്ലാ ജനാധിപത്യ വിരുദ്ധകൾക്കും, എല്ലാ കൂട്ടക്കലാപങ്ങൾക്കും, വർഗീയതയ്ക്കും, എല്ലാ സ്വേച്ഛാധിപത്യ പ്രവണതകൾക്കും ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന് RSSനെ പഠിപ്പിച്ചു കൊടുത്ത ഇന്ത്യയിലെ പെൺ ഹിറ്റ്ലർ എന്ന് പറയുന്നത് നിങ്ങളുടെ നേതാവായിരുന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ആളായിരുന്നു. അവരാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയത്. അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചത് എന്താണ്? RSS-CPM ബന്ധം. അങ്ങ് എന്താ കരുതിയത്? ഇപ്പോൾ ഗവർണർ വന്ന ഒരാളുടെ മുമ്പിൽ വന്ന് നിലവിളക്ക് കൊളുത്തി നമ്രശിരസ്കരായി നിന്ന് മുട്ടിലഴഞ്ഞു പോയിട്ടില്ലേ? കേരളത്തിൽ RSS അങ്ങനെ മുട്ടിലഴയാൻ ക്ഷണിച്ചിട്ടുള്ള ഒരു നേതാവേ ഉള്ളൂ.
ചിത്രത്തിന് മുമ്പിൽ നിലവിളക്ക് കൊളുത്താൻ വരുന്നപ്പോൾ ഗവർണറേക്കാൾ വിനീത വിധേയനായി തൊഴുകൈകളോടുകൂടെ RSSന് വേണ്ടി മുട്ടിലറിഞ്ഞ ഒരേ ഒരു നേതാവേ ഉള്ളൂ. ആ നേതാവാണ് ഇന്ന് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതൃ പദവി അവകാശപ്പെടുന്നയാൾ. അങ്ങേക്കറിയില്ലേ, ആ പദവി ഞങ്ങൾക്കില്ല, ആ ഏർപ്പാട് ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ അടിയന്തരാവസ്ഥ കാലയളവിൽ സഹകരിച്ചത് ജനസംഘം പിരിച്ചുവിട്ട് രൂപീകരിക്കപ്പെട്ട സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും ലോക്ദൾ പാർട്ടിയുടെയും സ്വതന്ത്ര പാർട്ടിയുടെയും ഒക്കെ സംയുക്ത രൂപമായിരുന്ന മൊറാർജി ദേശായും ചരൺ സിംഗും JPയും ഒക്കെ നേതൃത്വം നൽകിയിരുന്ന ജനതാ മൂവ്മെന്റുമായി ഞങ്ങൾ സഹകരിച്ചിരുന്നു. ആ മൂവ്മെന്റിൽ വർഗീയത ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അന്ന് EMS പറഞ്ഞില്ല, ഒറ്റവാചകം, അന്ന് EMS പറഞ്ഞില്ല ചായക്ക് ഉപ്പ് പോരാ, ബിസ്ക്കറ്റിന് മധുരമില്ല എന്ന് പറഞ്ഞില്ല. ഇരട്ടാംഗത്വം വർഗീയത എന്ന് കേൾക്കുമ്പോ അന്നാ നിന്റെ ഒന്നും പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് നട്ടൽ നിവർത്തി പറഞ്ഞു. ഇപ്പോഴും അതിനുള്ള അന്തസ്സുണ്ടോ? ഇല്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമി എന്നും RSS എന്നും കേട്ടപ്പോൾ മെഴുകി മുട്ടിലഴയുകയല്ല നിങ്ങളുടെ സമീപനം. ആ നിങ്ങളാണ് അടിയന്തരാവസ്ഥ വാർഷികത്തിൽ RSS ബാന്ധവത്തെ സംബന്ധിച്ച് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദയവായി ആ ക്ലാസ് ഞങ്ങൾക്ക് എടുക്കാൻ അങ്ങ് മുതിരരുത് എന്നാണ് എനിക്ക് തുടക്കത്തിൽ തന്നെ അദ്ദേഹം അതിന് മറുപടി പറയാം.